അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങൾ, 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ അര, അതായത് 1, 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ശുക്രൻ 12-ലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. കുറച്ച് മൂടിയായിട്ടിരിക്കുന്ന, അഥവാ ഒരു ഒറ്റയ്ക്കിരിക്കണം എന്ന് ഒരു തോന്നലൊക്കെ വന്നേക്കാവുന്ന ഒരു സമയമാണ്. മുന്നോട്ട് വന്ന് ഉള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയെന്നിരിക്കില്ല. പുറകിൽ നിന്നുകൊണ്ട്, അഥവാ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കേണ്ട പല പ്രവർത്തനങ്ങളും നടത്തുന്നതാണ്. അതുകൊണ്ട് പിന്നീട് അതുകൊണ്ടുള്ള പ്രയോജനം അവർക്ക് സിദ്ധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളും മറ്റും അവർക്കുണ്ടാകാം. വീട് അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടോ വാഹനം സംബന്ധിച്ചോ ഉള്ള ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ക്ഷീണം ഉണ്ടാകും. അത് കണ്ണിന് കൂടുതൽ എക്സേർഷൻ കൊടുത്തിട്ട് കണ്ണ് സംബന്ധമായിട്ടുള്ള, അഥവാ ശിരസ്സ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ ഒക്കെ ഉണ്ടാകും, ഉറക്കക്കുറവ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആരോഗ്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. വിശ്രമം ഉണ്ടാകാനും വേണ്ട സമയം ഉറങ്ങാനും ഒക്കെ സാധിക്കണം.